വാക്ക് പറഞ്ഞൻ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിതത്തിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് വിടുതലായി ആശ്വാസമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 60 സങ്കീർത്തനം 5 വാക്യം, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൂത്. ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയും തൻ്റെ ജനത്തിന് അനുഭവിക്കുന്ന ആ സങ്കടവും വേദനകളും ദൈവത്തെ അറിയിക്കുക. അവർക്കൊരു വിടുതൽ വേണം, അവരെ ദൈവം വിടുവിക്കണം. അവർക്ക് ദൈവം മാത്രമേ വിടുവിക്കാനുള്ളൂ. ദൈവത്തിൻ്റെ സഹായം അവർക്ക് വെളിപ്പെട്ട് വന്നേ പറ്റൂ. ആ തലത്തിൽ പ്രാർത്ഥനയും നിലവിളിയുമായി പാതപെടുത്തിരിക്കുമ്പോൾ ഒരു പദം പറയുക ദൈവത്തോട്. ദൈവത്തെ അറിയിക്കുന്ന ഇപ്രകാരമാണ് പറയുന്നത്, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. ദൈവത്തിന് പ്രിയമുള്ളവർ കഷ്ടതയിലാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ദൈവത്തിന് പ്രിയമുള്ളവർ പ്രതിബന്ധത്തിലാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ദൈവത്തിന് പ്രിയമുള്ളവർ വേദനാജനകമായ അനുഭവത്തിൽ കൂടിയ കടന്നു പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുക, നിലവിളിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിന് പ്രിയമുള്ള ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ ദൈവത്തിന് പ്രിയനാണോ ഞാൻ? നിശ്ചയമാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം, എൻ്റെ ശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വിടുതലായി ചലിക്കാതിരിക്കത്തില്ല. ദൈവത്തിന് പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ വിടുതൽ നിശ്ചയമാ, അത്ഭുതങ്ങൾ നിശ്ചയമാ, ദൈവപ്രവർത്തികൾ നിശ്ചയമാ. അതിനൊരു സംശയമില്ല. അതുകൊണ്ടല്ലേ, ആ ഉറപ്പില്ലല്ലേ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. അവരെ പറഞ്ഞാൽ മതി, ജനത്തെ പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല പറയുന്നത്, നിനക്ക് പ്രിയമുള്ളവർ. ഇത് തന്നെയാണ് ലാസറിൻ്റെ ജീവിതത്തിലും രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആ രോഗ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുക, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുക. ആ ഹൃദയത്തെ ഒന്ന് തൊടിയാലേ, ആ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കുകയല്ലേ, ആ ഒരു വാക്ക്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുക. ദൈവത്തിൻ്റെ വൈതിലേ, ഇന്ന് അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിന് പ്രിയനായവൻ ദീനമായി കിടന്ന, ദൈവത്തിന് പ്രിയനായവൻ ജോലിയില്ലാതെ നടന്ന, ദൈവത്തിന് പ്രിയനായവൻ ജീവിതത്തിൽ മഹാകഷ്ടത്തിലായ ഏതവസ്ഥയിലും വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നു, വിടുതലുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. ദൈവം തന്ന സ്ഥാനം, ദൈവം തന്ന പദവി, ദൈവം വെച്ചിരിക്കുന്ന ആ അനുഭവം, ദൈവത്തിൻ്റെ പൈതലേ, അതിൽ തന്നെ ജീവിക്കുക, അതിൽ തന്നെ നിലനിൽക്കുക, ആ മണ്ഡലത്തിൽ തന്നെ തുടർന്ന നിശ്ചയവ. ഏതവസ്ഥയിലേക്ക് വിഷയം കടന്നുപോയാലും വൈകിയാലും യേശു വരും, വൈകിയാലും യേശു വരും. ആരാധിച്ചിട്ടെന്തി, ആ വിവരം പറഞ്ഞിട്ടെന്തി, പ്രാർത്ഥിച്ചിട്ടെന്തി, ഫലമെന്തി എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം, ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കുടുംബം ദൈവത്തിന് പ്രിയമുള്ള കുടുംബമാ, നിൻ്റെ തലമുറ ദൈവത്തിന് പ്രിയമുള്ള തലമുറയാ. അതോർത്ത് നീ സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. പരിശുദ്ധാത്മ ചില കുടുംബങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക, ആലോചന വെളിപ്പെടുത്തുക. അവരുടെ ജീവിതത്തിൻ്റെ മധ്യേ ഒരു ദൈവപ്രവൃത്തി കാണാതിരിക്കത്തില്ല. വൈകിയാലും മഹത്വം വർദ്ധിപ്പിച്ചുകൊണ്ട്, വൈകിയാലും മഹത്വത്തിൻ്റെ ശ്രേഷ്ഠത അത് അതിശക്തമാക്കി വെളിപ്പെടുത്താതെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം തൻ്റെ കരം നീട്ടിയിരിക്കും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽ ശക്തിയോടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആഴമായി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ ദൂത് ഹൃദയത്തെ തൊടട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഹൃദയത്തെ തൊടട്ടെ. ഏറ്റെടുക്കട്ടെ, വചനം ആഴമായി വിശ്വസിക്കട്ടെ.
നിനക്ക് പ്രിയമുള്ളവൻ ദീനമായി കിടക്കുക. യേശുവിൻ്റെ അടുക്കലോ അവർ ചെന്ന് പറയുന്ന വാക്കിതാ, ലാസറിൻ്റെ പേര് പറഞ്ഞാൽ മതി, കുടുംബത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല പറയുന്നത്, നിനക്ക് പ്രിയമുള്ളവൻ ദീനമായി കിടക്കുക. കർത്താവിൻ്റെ ഹൃദയത്തിലത് തൊടും, കർത്താവിൻ്റെ ഹൃദയത്തിലത് സ്പർശിക്കും. വ്യക്തതയോടെ അവർ മനസ്സിലാക്കിയെടുത്തില്ലേ, ഗ്രഹിച്ചെടുത്തില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, നീ ദൈവത്തിൻ്റെ പ്രിയനാ, ദൈവത്തിൻ്റെ പ്രിയനാ. ദൈവം വിടുവിക്കാതിരിക്കത്തില്ല, ദൈവം സഹായിക്കാതിരിക്കത്തില്ല, ദൈവകരം ചലിക്കാതിരിക്കത്തില്ല. ഇന്ന് ദൂത് വിശ്വസിച്ചു ആഴമായി കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ദൈവാവസ്ഥകൾക്ക് സാഹചര്യങ്ങളുടെ മേൽ ഇതാ ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തും. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അങ്ങയുടെ ദൂതിനായി സ്തോത്രം. ചില തിരിച്ചറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം. വിടുവിക്കപ്പെടേണ്ട മേഖലകൾ ഇന്ന് കർത്താവിന് കഴിയും. ഇന്ന് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം തൊടട്ടെ, പരിശുദ്ധാത്മ തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ. കർത്താവ് പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.